എല്ലാവർക്കും നമസ്കാരം. ജയ് ജിനേന്ദ്ര. പ്രിയ സുഹൃത്തുക്കളെ, ജൈന രാമായണ പ്രഭാഷണ പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം രാവണനെ കുറിച്ചാണ് പ്രധാനമായും സംസാരിച്ചത്. പരസ്ത്രീകളെ മോഹിക്കില്ല എന്ന് വ്രതമെടുത്ത, സകല കലകളും കൈവശമുള്ള അടിയുറച്ച ചൈന വിശ്വാസിയായ ഒരു വിദ്യാധര രാജാവായിരുന്നു രാവണൻ എന്ന് നാം കണ്ടു. അങ്ങനെയെങ്കിൽ ഇത്രയും മഹാനായ രാവണന് എവിടെയാണ് തെറ്റുപറ്റിയത്? രാമനുമായുള്ള ശത്രുതയ്ക്ക് യഥാർത്ഥത്തിൽ തുടക്കം കുറിച്ചത് എവിടെ നിന്നാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി നാം ഇന്ന് മിഥില നഗരത്തിലേക്കും പിന്നീട് ദണ്ഡകാരണ്യത്തിലേക്കും യാത്ര ചെയ്യുകയാണ്. വളരെ ശ്രേഷ്ഠരായ വ്യക്തികൾക്ക് പോലും ചെറിയ ഒരു കൈപ്പിഴയായിരിക്കാം ആ ഒരു ഉത്കൃഷ്ടതയിൽ നിന്ന് താഴോട്ടേക്ക് പതിക്കാൻ ഇടയാകുന്ന സംഭവം. അങ്ങനെയൊരു സംഭവമാണ്, അങ്ങനെയൊരു ചിന്തയാണ് ഒരു പക്ഷേ രാവണനെ ഇത്രയേറെ ശ്രേഷ്ഠനായ വ്യക്തിയിൽ നിന്ന് അധപ്പതനത്തിലേക്ക് കൊണ്ടുപോയത്. നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നാം വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ചിന്ത കൊണ്ടോ ഒരു തരത്തിലും മറ്റൊരാളെ മോശപ്പെട്ട രീതിയിൽ ചിന്തിക്കരുത്, അവരെക്കുറിച്ച് മോശമായി ചിന്തിക്കരുത് എന്ന ഒരു സന്ദേശമാണ് ഇത് നൽകുന്നത്. വാൽമീകി രാമായണം വായിച്ച നമ്മൾക്കെല്ലാം സീതയുടെ ജനനം മനഃപ്പാഠമാണ്. ജനകരാജാവ് യജ്ഞത്തിന് വേണ്ടി ഭൂമി ഉഴുതപ്പോൾ ഉഴവുചാലിൽ നിന്ന് ലഭിച്ച ഭൂമിദേവിയുടെ പുത്രിയായിട്ടാണ് വാൽമീകി രാമായണത്തിലും അധ്യാത്മ രാമായണത്തിലും സീതയെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ അത്ഭുതങ്ങളെയും അതിശയോക്തിയെയും മാറ്റി നിർത്തുന്ന ജൈന രാമായണം സീതാജനനത്തെ സ്വാഭാവികവും യുക്തിസഹവുമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ജൈന രാമായണത്തിൻ്റെ ആദ്യത്തെ പ്രാകൃത രൂപമായ പൗംചരിവ് പ്രകാരം സീത ഭൂമിയിൽ നിന്ന് ലഭിച്ച കുട്ടിയല്ല. മിഥില നഗരത്തിലെ ജനക മഹാരാജാവിനും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയായ വിദേഹയ്ക്കും ജനിച്ച സ്വന്തം മകളാണ് സീത. മാത്രമല്ല, സീതയ്ക്ക് ഭാമണ്ഡലൻ എന്ന ഒരു ഇരട്ട സഹോദരൻ കൂടി ഉണ്ടായിരുന്നു എന്ന് ജൈന രാമായണം പറയുന്നു. കുട്ടിക്കാലത്ത് തന്നെ തട്ടിക്കൊണ്ടുപോകപ്പെടുന്ന ഭാമണ്ഡലന്റെ കഥ ജൈന രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏടാണ്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. സീത അതീവ സുന്ദരിയും സകല ഗുണങ്ങളും തികഞ്ഞവളായി മിഥിലയിൽ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കുട്ടിയായി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിൽ സീതാദേവി മിഥിലാപുരിയുടെ രാജകുമാരിയായി ആ ഉദ്യാനത്തിൽ തോഴിമാരോടൊപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സീതയ്ക്ക് വിവാഹപ്രായമായി. നല്ല ഒരു വരനെ ലഭിക്കണം, ഈ എൻ്റെ പ്രിയപ്പെട്ട പുത്രിയെ ഏറ്റവും നല്ല ഒരു മഹാരാജാവിനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹവുമായിട്ട് ആണ് ജനക മഹാരാജാവ് മിഥില നഗരത്തിൽ ഒരു വലിയ സ്വയംവരത്തിൻ്റെ ഒരുക്കങ്ങൾ നടത്തുന്നത്. വാൽമീകി രാമായണത്തിലെ ശിവധനുസ്സിന് പകരം പൗംചരിവിലായാലും പത്മപുരാണത്തിലായാലും നമുക്ക് കാണാൻ കഴിയുന്നത് വജ്രാവർത്തം എന്നു പേരുള്ള അതിശക്തമായ ഒരു വില്ലാണ്. അതിനോടൊപ്പം തന്നെ സമുദ്രാവർത്തം എന്ന മറ്റൊരു വില്ല് കൂടി ഉണ്ടായിരുന്നു. ഈ വില്ല് കുലയ്ക്കാൻ കഴിയുന്ന വീരനായ ഒരു പുരുഷന് മാത്രമേ സീതയെ വിവാഹം ചെയ്ത് നൽകുള്ളൂ എന്നതായിരുന്നു ജനകന്റെ പ്രഖ്യാപനം.
നിരവധി രാജാക്കന്മാരും വിദ്യാധരന്മാരും സ്വയംവര പന്തലിൽ എത്തി. വളരെയേറെ കഴിവുള്ള വിദ്യാധരന്മാർക്ക് പോലും ആ വില്ല് അനക്കാൻ പോലുമായില്ല. ഒടുവിൽ വിശ്വാമിത്രനോടൊപ്പം എത്തിയ ദശരഥ പുത്രനായ രാമൻ അനായാസം വജ്രാവർത്തം എന്ന വില്ല് കുലയ്ക്കുകയും സീതയെ സ്വന്തമാക്കുകയും ചെയ്തു. ലക്ഷ്മണൻ സമുദ്രാവർത്തം എന്ന വില്ലും കുലച്ചു. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. മറ്റു പല രാമായണങ്ങളിലും രാവണൻ ഈ സ്വയംവര പന്തലിൽ വരികയും വില്ല് കുലയ്ക്കാൻ കഴിയാതെ അപമാനിതനാവുകയും ചെയ്യുന്നതായി പറയുന്നുണ്ട്. എന്നാൽ ജനരാമായണത്തിൽ രാവണൻ സീതയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കുന്നതേയില്ല. അവിടെ വെച്ച് രാവണന് യാതൊരുവിധ അപമാനവും ഏൽക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളുടെ തുടക്കം എവിടെ നിന്നാണ്? വിവാഹശേഷം കൈകേയിയുടെ ആവശ്യപ്രകാരം രാമനും സീതയും ലക്ഷ്മണനും വനവാസത്തിന് പോകുന്ന കഥ വാൽമീകി രാമായണത്തിന് സമാനമായി തന്നെ ജൈനരാമായണവും വിവരിക്കുന്നു. അങ്ങനെ അവർ വനവാസത്തിനായി ദണ്ഡകാരണ്യത്തിൽ എത്തിച്ചേരുകയാണ്. ഇവിടെ വെച്ചാണ് ജൈനരാമായണത്തിന്റെ പത്മപുരാണത്തിന്റെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് സംഭവിക്കുന്നത്. വാൽമീകി രാമായണത്തിൽ ശൂർപ്പണഖ രാമനെ മോഹിക്കുന്നതും ലക്ഷ്മണൻ അവളുടെ മൂക്കും മുലയും അറക്കുന്നതുമാണ് രാവണന്റെ കോപം ക്ഷണിച്ചു വരുത്തുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ജൈന ദർശനത്തിൽ അത്തരം ക്രൂരതകൾ ഒന്നുമില്ല. അതിനാൽ വിമലസൂരി പൗം ചെരുവിൽ വളരെ വ്യത്യസ്തവും വൈകാരികവുമായ ഒരു കാരണമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. രാവണന്റെ സഹോദരിയായ ചന്ദ്രനഖയ്ക്ക് ശംഭുകൻ എന്ന പേരുള്ള ഒരു മകനുണ്ടായിരുന്നു. അതിശക്തനായ ഒരു വിദ്യാധരൻ. അവൻ ദണ്ഡകാരണ്യത്തിലെ ഒരു മുളങ്കൂട്ടത്തിനുള്ളിൽ ഇരുന്ന് കഠിനമായ തപസ് ചെയ്യുകയായിരുന്നു. സൂര്യഹാസം എന്ന അതിശക്തമായ ഒരു മാന്ത്രിക വാൾ സ്വന്തമാക്കുകയായിരുന്നു അവന്റെ ലക്ഷ്യം. കാട്ടിലൂടെ നടക്കുകയായിരുന്ന ലക്ഷ്മണൻ ആകസ്മികമായി ഈ സ്ഥലത്തെത്തി. ആകാശത്ത് നിന്നും ഒരു ദിവ്യ വാൾ താഴേക്ക് ഇറങ്ങി വരുന്നത് ലക്ഷ്മണൻ കണ്ടു. ശംഭുകന്റെ തപസ്സിൽ പ്രസാദിച്ചുകൊണ്ട് ദേവന്മാർ നൽകിയ സൂര്യഹാസം എന്ന വാളായിരുന്നു അത്. കൗതുകത്തോടെ ആ വാൾ കയ്യിലെടുത്ത ലക്ഷ്മണൻ അതിൻ്റെ മൂർച്ച പരിശോധിക്കാനായി അടുത്തുള്ള മുളങ്കൂട്ടത്തിലേക്ക് ഒറ്റ വെട്ടുവെട്ടി. അതൊരു വലിയ ദുരന്തമായിരുന്നു. ആ മുളങ്കൂട്ടത്തിനുള്ളിൽ തപസ്സിരിക്കുകയായിരുന്ന ശംഭുകന്റെ കഴുത്താണ് ആ വെട്ടിൽ അറ്റുപോയത്. താൻ കാരണം ഒരു തപസ്വി മരിച്ചല്ലോ എന്നോർത്ത് ലക്ഷ്മണൻ അതിയായി ദുഃഖിച്ചു. ഇത് ഒരു കൊലപാതകമായിരുന്നില്ല, തികച്ചും ഒരു അപകടമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ മകന്റെ തപസ് പൂർത്തിയായതറിഞ്ഞ് സന്തോഷത്തോടെ അവിടേക്ക് വന്ന ചന്ദ്രനഖ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സ്വന്തം മകന്റെ ശരീരമാണ്. പുത്രശോകത്താൽ അലറിക്കരഞ്ഞ ആ ചന്ദ്രനഖ ഈ കൊടും പാതകം ചെയ്തത് ആരാണെന്ന് അന്വേഷിച്ചു നടന്നു. അങ്ങനെയാണ് അവർ രാമനെയും ലക്ഷ്മണനെയും കാണുന്നത്. കോപത്തോടെ വന്ന ചന്ദ്രനഖ എന്നാൽ സുന്ദരന്മാരായ അവരെ കണ്ടപ്പോൾ പെട്ടെന്ന് പരവശയായി മാറുകയും അവരോട് തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അത്രേ. അവർ അത് നിരസിച്ചപ്പോൾ അപമാനിതയായ ചന്ദ്രനഖ തൻ്റെ ഭർത്താവായ ഖരന്റെയും സഹോദരനായ രാവണന്റെയും അടുത്തേക്ക് പ്രതികാരം ചോദിക്കാൻ ഓടിയെത്തി. സുഹൃത്തുക്കളെ, നോക്കൂ, എത്ര യുക്തിസഹമായാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു മൂക്കുമുറിക്കൽ കഥയ്ക്ക് പകരം സ്വന്തം മകൻ കൊല്ലപ്പെട്ട ഒരു അമ്മയുടെ സങ്കടവും പ്രതികാരവുമാണ് ജൈനരാമായണത്തിൽ യുദ്ധത്തിന് വഴിയൊരുക്കുന്നത്. കരഞ്ഞുകൊണ്ട് ലങ്കയിലെത്തിയ സഹോദരിയെ കണ്ട് രാവണൻ കോപിച്ചു. രാമനെയും ലക്ഷ്മണനെയും നശിപ്പിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ ദണ്ഡകാരണ്യത്തിലെത്തിയ രാവണൻ സീതയെ കാണാനിടയാവുകയും അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി സ്വന്തം വ്രതം മറക്കുകയും ചെയ്യുകയാണ്. അത് എങ്ങനെ സംഭവിച്ചു? ഒരു പുഷ്പക വിമാനത്തിൽ വന്ന് സീതയെ അപഹരിക്കുന്നതിന് പകരം
ജൈന രാമായണം എന്ത് വ്യത്യസ്തമായ കഥയാണ് പറയുന്നത്? ഇത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും ജൈന രാമായണത്തിലെ വ്യത്യസ്തമായ ഏടുകൾ വളരെ സന്തോഷത്തോടു കൂടി കാണുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷം. ഈ പിന്തുണ എല്ലാവരും തുടരുക. ഈ ജൈന രാമായണ കഥ എല്ലാവരിലേക്കും എത്തിക്കാൻ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ജയ് ജിനേന്ദ്ര.